നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മളെല്ലാവരും, ഞാനൊക്കെ കേട്ടോ, നമ്മളെല്ലാവരും എന്ന് പറയുന്നത്, ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ ക്രിസ്ത്യൻ രാജ്യങ്ങളൊക്കെ, ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ രാജ്യങ്ങൾ നാമമാത്രമായിട്ട്, അത് പേരിന് പോലും ഇല്ലാത്ത മുസ്ലിങ്ങൾ പിന്നീട് അവിടേക്ക് ചെന്ന് എങ്ങനെയാണ് അതിനെ മുസ്ലിം രാജ്യമാക്കി എടുത്തത് എന്നതൊക്കെ പറ്റിയൊക്കെ ഒരുപാട് ചിന്തിക്കാറുണ്ട്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിൽ തന്നെ ഇവിടെ വിഭജന സമയത്ത്, ഭാരതവും പാകിസ്ഥാനും ഒക്കെ ആയി വിഭജിക്കുന്ന സമയത്ത് ഈ സുഡാപ്പികൾ ഒന്നടങ്കം അവർക്കൊരു രാജ്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ഭീകരന്മാരെല്ലാവരും പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടാക്കി. അവിടുത്തെ ഭരണാധിപൻ അവിടെ വന്നു. അങ്ങനെ ഇവിടെ ഞമ്മന്റെ ജവഹർലാൽ നെഹ്റുവിന് ഇവിടെയും ഭരിക്കാൻ പറ്റി, നമ്മന്റെ ജിന്നയ്ക്ക് അവിടെ ഒരു രാജ്യം, അത്തരത്തിൽ അവിടെ മുസ്ലിം രാജ്യമായി അത് പ്രഖ്യാപിക്കുന്നു. പക്ഷെ പിന്നീട് നമ്മൾ കണ്ടു, ഇങ്ങോട്ട് ഈ ഒരു തലമുറ വരെ എടുക്കുകയാണെങ്കിൽ എത്രയോ വിദേശ ക്രിസ്ത്യൻ രാജ്യങ്ങൾ പൂർണ്ണമായിട്ടും മുസ്ലിം രാജ്യങ്ങളായി മാറി എന്നുള്ള ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല, ഇവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഇസ്ലാമിസ്റ്റുകളുടെ, അതല്ലെങ്കിൽ മുസ്ലിം മതസ്ഥരുടെ, മുസ്ലിങ്ങളുടെ ഒന്നടങ്കമുള്ള ഈ കിതാബ് പ്രകാരം എല്ലാ രാജ്യവും അവരുടെ ശരിയ നിയമപ്രകാരം ഇസ്ലാമിന് കീഴിൽ വരണം എന്ന് പറയുന്ന ലക്ഷ്യമൊക്കെ എങ്ങനെയാണ് ഇവർ സാക്ഷാത്കരിക്കാറ് എന്നുള്ളതിന്റെ ഞെട്ടിക്കുന്ന ഒരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. അത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠന പ്രകാരമുള്ള കണക്കാണ്. അത് കേട്ടാൽ നമ്മൾ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ഇവിടെ ജനസംഖ്യാ നിയന്ത്രണ ബില്ല്, അതല്ലെങ്കിൽ ഇവിടെ ഈ പൗരത്വ ഭേദഗതി നിയമമൊക്കെ കൊണ്ടുവരുമ്പോൾ ഇവിടെ ചൂലെടുത്ത്, അല്ലെങ്കിൽ വാളെടുത്ത് ഉറഞ്ഞു തുള്ളുന്ന സാംസ്കാരിക നാറികളെയൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇവിടെ നടപ്പിലാക്കേണ്ടത് എന്നുള്ളതിന്റെ അവസാനത്തെ ഉദാഹരണം തന്നെയാണ് ബംഗ്ലാദേശിൽ നടക്കുന്ന വലിയ കലാപവും ഇസ്ലാമിക ഭീകരന്മാരുടെ അഴിഞ്ഞാട്ടവും ഹിന്ദുക്കളെ മുച്ചൂടും തീർക്കുന്ന രീതിയിലുള്ള ക്രൂരമായിട്ടുള്ള പ്രവർത്തനം എന്ന് നമ്മൾക്കറിയാം. ഇനി അവിടങ്ങളിൽ നിന്നെല്ലാം ഇങ്ങോട്ട് നുഴഞ്ഞു കയറിക്കൊണ്ട് ഇപ്പോൾ തന്നെ ഇഷ്ടം പോലെ ഇവിടെ ബംഗാളികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന, ഇനി പിണറായി വിജയന്റെ ഭാഷയിൽ പറയുകയാണെങ്കിലും അതിഥി തൊഴിലാളികൾ എന്ന ഭാഷയിൽ അറിയപ്പെടുന്ന ബംഗ്ലാദേശികൾ അടക്കമുള്ള, പാകിസ്ഥാനി അഫ്ഗാനിസ്ഥാനികൾ അടക്കമുള്ള ക്രൂരന്മാർ ഇഷ്ടം പോലെ ലക്ഷക്കണക്കിന് ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾക്കറിയാം. അത് ആധികാരികമായിട്ട് കണക്ക് പോലും ഈ കേരളത്തിന് അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരെ ഇവിടേക്ക് അങ്ങോട്ട് നിർലോഭം അങ്ങോട്ട് തുറന്നു വിട്ടിരിക്കുകയാണ്. ഓരോ റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങളൊന്ന് പോയി നോക്കുക, വന്നിറങ്ങുന്ന ബംഗാളികൾ എന്ന രൂപേണ വന്നിറങ്ങുന്ന ആളുകൾക്ക് രേഖകളോ അതല്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ പഠന പ്രകാരമുള്ള ഒരു കണക്കുണ്ട്. അത് നമ്മൾ കേൾക്കേണ്ടത് തന്നെയാണ്. അത് കുറച്ച് ദൈർഘ്യമുണ്ട്, നിങ്ങൾ സസൂക്ഷ്മം കേൾക്കുക. കാരണം ഇതൊരു ലൈബ്രറി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. എങ്ങനെയാണ് ഓരോ രാജ്യവും ഇവർ കീഴടക്കുന്നത്, ഇസ്ലാം ഭീകര രാജ്യമാക്കി മാറ്റുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ ഇവരുടെ പ്ലാനിങ് അജണ്ട ഈ യൂണിവേഴ്സിറ്റി നടത്തിയ പഠന പ്രകാരമുണ്ട്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ പഠന പ്രകാരം ഒരു രാജ്യത്തെ മുസ്ലിം ജനസംഖ്യ, ആ രാജ്യത്തെ ജനസംഖ്യയുടെ 16% എത്തിയാൽ ആ രാജ്യത്തിന്റെ ഇസ്ലാമിക വൽക്കരണം പിന്നെ തടയാനാവില്ല. അതായത് ഇവന്മാർ 16% എത്തിയാൽ തന്നെ പിന്നീട് അങ്ങോട്ട് ഇവരുടെ ഇസ്ലാമിക വൽക്കരണം ഒരാൾ വിചാരിച്ചാലും നടക്കില്ല. നമ്മൾക്കറിയാം, പാമ്പ് പെറ്റുവരുന്ന പോലെ, അതെങ്കിൽ പന്നി പെറ്റുവരുന്ന പോലെ തന്നെയാണ് പിന്നീട് അങ്ങോട്ട് പെരുകി ഇങ്ങനെ ഇത്തരത്തിൽ പൂർണ്ണമായിട്ട് ഇവന്മാരായി മാറുക. ഇനി പറയുന്നു, 16% എത്തിയാൽ ആ രാജ്യത്തിന്റെ ഇസ്ലാമിക വൽക്കരണം പിന്നെ തടയാനാവില്ല. ഇസ്ലാം മതവിദഗ്ധനായ നിക്കോലേട്ട ഇൻസെ ഒരു ഹംഗേറിയൻ ടെലിവിഷൻ പരിപാടിയിൽ പങ്കെടുത്ത് 2019 ജൂൺ 22 പറഞ്ഞതാണിത്. ഇന്ന് ഇസ്ലാമിക രാജ്യമായ പല രാജ്യങ്ങളും മുൻപ് ക്രിസ്ത്യൻ രാജ്യങ്ങളായിരുന്നുവെന്ന് ഇൻസൈറ്റ് ചൂണ്ടിക്കാട്ടുന്നു. അതായത് എക്സാമ്പിൾ ആയിട്ട് പറയുന്നു, തുർക്കി, ഈജിപ്ത്, സിറിയ, മറ്റു പല രാജ്യങ്ങളിലെയും അവിടെ മുൻപ് പ്രബലമായി ഉണ്ടായിരുന്ന ഇതര മതങ്ങളെ നശിപ്പിച്ച് തന്നെയാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങളെ സ്ഥാപിച്ചത്. പാകിസ്ഥാനിൽ മുൻപ് ഹിന്ദു ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഉണ്ടായിരുന്നു ഹിന്ദുക്കൾ. പക്ഷെ ഇന്ന് പാകിസ്ഥാനിലെ ഹിന്ദുവിന്റെ അവസ്ഥ എന്താണ്? അഫ്ഗാനിസ്ഥാനിൽ ബുദ്ധമതവും ഇറാനിൽ പാർസി മതവുമായിരുന്നു. മുസ്ലിം ജനസംഖ്യ ഒരു രാജ്യത്ത് 16% ആയി കഴിഞ്ഞാൽ ആ രാജ്യം ക്രമേണ പൂർണ്ണമായും ഇസ്ലാമിക രാജ്യമായി മാറും. അടുത്ത 100 അല്ലെങ്കിൽ 150 കൊല്ലം സമയമെടുത്താണ് ഈ ഇസ്ലാമിക വൽക്കരണം പൂർണ്ണമാവുക. നോക്കൂ, അതുകൊണ്ടാണ് നമ്മളെല്ലാവരും പറയാറ്, നമ്മുടെയൊക്കെ ജീവിതം തൽക്കാലം സുഖമായിട്ട് ഇങ്ങനെ അങ്ങോട്ട് നടന്നു പോകും. പക്ഷെ നമ്മുടെ വരാനിരിക്കുന്ന നമ്മുടെ മകന്റെ അതല്ലെങ്കിൽ നമ്മുടെ മകളുടെ മക്കൾ, ഇങ്ങനെ പേരക്കുട്ടി, ഇങ്ങനെ വരുന്ന പുതിയൊരു തലമുറയുണ്ടല്ലോ, 100 150 വർഷം കഴിയുമ്പോൾ ഇവിടെ
പിറന്നു വീഴാനിരിക്കുന്ന ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ഇവന്മാർ അരിഞ്ഞു തള്ളുക തന്നെ ചെയ്യും. അത് തന്നെയാണ് ഇവരുടെ ക്രിസ്ത്യൻ രാജ്യങ്ങളാക്കി മാറ്റിയിട്ടുള്ള ആ രാജ്യങ്ങളുടെ ചരിത്രം എടുത്താൽ മനസ്സിലാക്കാനാവുക. ഡോക്ടർ പീറ്റർ ഹാമൻഡ് എന്നയാളുടെ പുസ്തകം അടിമത്തം, ഇസ്ലാം, ഭീകരവാദം പറയുന്നു. ഇസ്ലാം ഒരു മതമല്ല, അത് ഒരു അനുഷ്ഠാന പദ്ധതി, കൾട്ടുമല്ല. അതിന്റെ പൂർണ്ണ രൂപത്തിൽ അത് ഒരു പൂർണ്ണമായും സമഗ്രവുമായ 100% പൂർണ്ണ ജീവിത വ്യവസ്ഥയാണ്. ഇസ്ലാമിക ഭീകര ജീവിത വ്യവസ്ഥയാണ് എന്നുകൂടി കൂട്ടിച്ചേർക്കണം. ഇസ്ലാമിന് മതപരവും നിയമപരവും രാഷ്ട്രീയപരവും സാമൂഹികവും സൈനികവുമായ ഘടകങ്ങളുണ്ട്. അതൊക്കെ ഏത് രീതിയിലാണ് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അന്യമതസ്ഥനെ കല്ലെറിഞ്ഞും കൊന്നും അതല്ലെങ്കിൽ അവന്റെ സ്ത്രീജനങ്ങളെ ബലാത്സംഗം ചെയ്ത് അവന്റെ സ്വത്ത് വകകൾ മോഷ്ടിച്ചെടുക്കാനും ഒക്കെ അനുവദിക്കുന്ന ഒരു മതം തന്നെയാണിത്. ഇനിയും എന്നാൽ അതൊക്കെ എന്താണ്? അതൊക്കെ ഹലാലാണ്, ഹറാമല്ല താനും. സൈനികമായ ഘടകങ്ങൾ ഇസ്ലാമിനെ എളുപ്പം ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ കഴിയുന്നത് സ്വതന്ത്ര തുറന്ന ജനാധിപത്യ സമൂഹങ്ങളെയാണ്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇസ്ലാമുകൾക്ക് ഏറ്റവും പെട്ടെന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തുക പറഞ്ഞാലും ഇതിനെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ പറ്റുന്നത് തുറന്ന ജനാധിപത്യ സമൂഹങ്ങളെയാണ്. നമ്മുടെ നാട്ടിൽ ജനാധിപത്യ സമൂഹങ്ങളെ ഇഷ്ടം പോലെ കാണാം. സാംസ്കാരിക നക്കികൾ എന്ന പേരിലൊക്കെ ഇഷ്ടം പോലെ എണ്ണത്തിനെ കാണുന്നുണ്ട്. മാത്രമല്ല ഇവിടെ പുരോഗമനപരം എന്നും പറഞ്ഞു നടന്നുകൊണ്ട് മതേതരനായിക്കൊണ്ട് മുക്കാലുകളെ താണുകീണ് തൊഴുത് ജീവിക്കുന്ന ഇവിടുത്തെ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അത്തരക്കാരുള്ള രാജ്യങ്ങളെ തന്നെയാണ് പെട്ടെന്ന് ഇവന്മാർക്ക് കീഴടക്കാനാവുക. ഇനിയോ അദ്ദേഹം പറയുന്നു, രാഷ്ട്രീയമായി ശരിയായതും സഹിഷ്ണുതാപരവും സാമൂഹ്യമായ വൈവിധ്യങ്ങൾ നിറഞ്ഞതുമായ രാജ്യങ്ങൾ മുസ്ലിങ്ങളുടെ മതപരമായ വിശേഷാവകാശങ്ങൾ അനുവദിച്ചു കൊടുക്കുമ്പോൾ ആ സമൂഹത്തിലേക്ക് നേരത്തെ പറഞ്ഞ മറ്റു ഇസ്ലാമിക ഘടകങ്ങളും ഇഴഞ്ഞെത്തും. അതായത് നമ്മുടെ രാജ്യത്തുള്ള വിവിധങ്ങളായിട്ടുള്ള സംസ്കാരങ്ങളും ഭാഷയായിക്കോട്ടെ വേഷങ്ങളായിക്കോട്ടെ എല്ലാ രീതിയിലുമുള്ള സംസ്കാരങ്ങളുണ്ടല്ലോ, അത്തരം നാടുകളിലേക്ക് ഇവന്മാർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവന്മാരുടെ ആ കാട്ടറബി സംവിധാനമുണ്ടല്ലോ അത് പെട്ടെന്ന് ഇഴഞ്ഞെത്തുമെന്നാ പറയുന്നത്. പിന്നീട് അത് സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു രാജ്യത്തെ മുസ്ലിം ജനസംഖ്യ 2% താഴെയാണെങ്കിൽ ആ രാജ്യത്തെ മുസ്ലിങ്ങളെ സമാധാനപ്രിയരായ ഒരു ന്യൂനപക്ഷമായി ആണ് കാണുക. അവർ ഇന്നത്തെ അവസ്ഥ അതാണ്. അതായത് ഇവന്മാർ 2% താഴെയാണെങ്കിൽ നമ്മൾക്കറിയാം ഇവന്മാർ അയ്യോ കീഴോ എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു എന്താ പറയാ സമാധാനത്തോടെ തന്നെയാണ്. അപ്പോൾ അവരുടെ യഥാർത്ഥ സമാധാനം, അവർ പറയുന്ന സമാധാനം എന്നുള്ളത് നമ്മൾക്കറിയാം. പിന്നീട് മെല്ലെ മെല്ലെ കൂടിക്കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് പിന്നെ പറയുന്നത്. അതിൽ പല രാജ്യങ്ങളെയും ഇന്നത്തെ അവസ്ഥ പറയുന്നുണ്ട്. അത് USA, അമേരിക്ക പറയുന്നു 0.6%, ആസ്ട്രേലിയ 1.5%, കാനഡ 1.9%, ചൈന 1.8%, ഇറ്റലി 1.5%, നോർവേ 1.8%. ക്രമേണ മുസ്ലിം ജനസംഖ്യ 2 മുതൽ 5% വരെ എത്തുമ്പോൾ അവർ വംശീയ ന്യൂനപക്ഷങ്ങൾ, അസംതൃപ്ത ജനവിഭാഗങ്ങൾ, ജയിലുകളിൽ അടച്ച കുറ്റവാളികൾ, തെരുവ് ഗുണ്ടാ സംഘങ്ങൾ എന്നിവരിൽ നിന്ന് ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യിക്കുന്നു. ഈ രാജ്യങ്ങളിൽ സംഭവിക്കുന്നത് അതാണ്. അതായത് ഇവന്മാർ 2% താഴെയോ 2% ആണ് ആയിരിക്കെ ഇവർ എന്താ ചെയ്യാന്നറിയാമോ? ഈ നാടുകളിലുള്ള വംശീയ ന്യൂനപക്ഷങ്ങൾ, അതായത് നമ്മൾക്കറിയാം ഹിന്ദു എന്ന് പറയുന്ന ആ ഒരു കൾച്ചറിന് താഴെ വരുന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അത് ആദിവാസികളടക്കം വരുന്ന വിഭാഗങ്ങളുണ്ട്. ഈ ആദിവാസികൾക്കിടയിലൊക്കെ SDP പോപ്പുലർ ഫണ്ട് ഒക്കെ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, നിങ്ങളൊന്നും ഹിന്ദു അല്ല, നിങ്ങളെ ഒന്നും ഹിന്ദുവായി ഹിന്ദുക്കൾ അംഗീകരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരെ പതിയെ എന്ത് ചെയ്യുക, ഞമ്മന്റെ ഇതിലേക്ക് ചേർക്കുക. അതിൽ ക്രിസ്ത്യാനികളും വലിയ മോശമൊന്നും അല്ല, നമ്മൾക്കറിയാം. ഇത്തരത്തിൽ ആദിവാസികളും അതല്ലെങ്കിൽ ഈ അധസ്ഥിത വർഗം അത്ര കണ്ട് താഴെ തട്ടിലുള്ള ജനവിഭാഗങ്ങൾ ജീവിക്കുന്ന അവിടങ്ങളിലേക്ക് കുടിയേറി പാർത്തുകൊണ്ട് മലയോര മേഖലയിലേക്ക് അവരുടെ ആ ഒരു പാവം പിടിച്ച ദൈന്യത മുതലെടുത്തുകൊണ്ട് തന്നെ ഈ 2% ഇരിക്കുന്ന സമയത്ത് ഇവന്മാർ ചെയ്യുക അതാണ് എന്നാണ് ഈ കണക്ക് പ്രകാരം പറയുന്നത്. ഇനി മറ്റൊരു കണക്ക് പറയുന്നുണ്ട്, അതായത് ഗുണ്ടാ സംഘങ്ങൾ ഇത്തരത്തിലുള്ള ആളുകൾ ഇവർ കൺവേർട്ട് ചെയ്യുന്നുള്ള പറയുന്നുണ്ട്. അത്തരത്തിൽ അതാണ് ഡെൻമാർക്ക്, ജർമ്മനി, UK, സ്പെയിൻ, തായ്ലാന്റ്, ഈ 1, 2, 3, 4, 5 രാജ്യങ്ങളിൽ. ഇനി 5% മുകളിലെത്തുമ്പോൾ മുസ്ലിങ്ങൾ അവർ ജീവിക്കുന്ന രാജ്യങ്ങളിലെ അവരുടെ ജനസംഖ്യയുടെ ശതമാനം വെച്ച് ആ രാജ്യങ്ങളുടെ മേൽ വമ്പിച്ച സ്വാധീനം ചെലുത്തുന്നു. ന്യൂനപക്ഷം എന്നുള്ള രീതിയിലുള്ള സ്വാധീനം എങ്ങനെയാണ് ചെലുത്തുക എന്ന് ചോദിച്ചാൽ അതിന് നമ്മൾ മറ്റൊരു രാജ്യത്തേക്കും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ നാട്ടിൽ തന്നെ, അതിൽ ഏറ്റവും കൂടുതൽ ഈ കേരളത്തിൽ തന്നെ ചിന്തിച്ചാൽ മതി. അതായത് ന്യൂനപക്ഷങ്ങൾ എന്നുള്ള പദവി ശരിക്കും ഇന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക ആരാണ്? മുസ്ലിങ്ങൾ മാത്രമാണ്. പക്ഷെ ഇവിടെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ക്രിസ്തീയ
സഭകളും ക്രിസ്തീയ മതവിഭാഗവും ഈ മുസ്ലിങ്ങളും ഉണ്ട് എന്നിരിക്കെ മുസ്ലിങ്ങൾ ക്രിസ്ത്യൻസിന്റെ അവകാശം പോലും തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യമൊക്കെ നമ്മൾക്കറിയാം. അത്തരത്തിൽ അവർ മാക്സിമം ആ രാജ്യങ്ങളുടെ മേൽ വമ്പിച്ച സ്വാധീനം ചെലുത്തുന്നു. ഇനി ഡോക്ടർ ഹാമണ്ട് നിരീക്ഷിക്കുന്നതാണ് ഇനി പറയുന്നത്. ഉദാഹരണത്തിന് അവർ ഹലാൽ ഭക്ഷണത്തിനായി സമരം ചെയ്യും. അത്തരം ഭക്ഷണങ്ങൾ ഭക്ഷണശാലകളിൽ പ്രദർശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരം ചെയ്യും. അങ്ങനെ ചെയ്യാത്തവരെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും, ചെയ്യാൻ നിർബന്ധിക്കും. ഇതൊക്കെ നമ്മുടെ ഈ അൽ കേരളത്തിൽ കൃത്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. ഇത് പഠന വിധേയമായി പുറത്തു വന്ന വിവരങ്ങളാണെങ്കിൽ പോലും നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഈ അവർ ഹലാൽ എന്ന് പറയുന്ന ബോർഡ് വെച്ചുകൊണ്ട് തന്നെ ഹലാൽ ചിക്കൻ ആയിക്കോട്ടെ, ഹലാൽ ഹോട്ടലുകളായിക്കോട്ടെ, ഇതൊക്കെ നടത്തും. എന്നാൽ ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഇത്തരത്തിൽ നോൺ ഹലാൽ എന്ന് ബോർഡ് വെച്ച് നടത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഹലാൽ എന്നുള്ളത് ഇവന്മാർ മന്ത്രം ചൊല്ലിക്കൊണ്ട് തൂ 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 എന്ന് പറയുന്ന മന്ത്രം തുപ്പലാണോ മറ്റുള്ളതാണോ എന്നൊക്കെ സെക്കൻഡറി ആക്കി വെക്കാം. പക്ഷെ അവർക്ക് അതിന് യാതൊരു നാണവും മാനവും മടിയും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ അന്യമതസ്ഥർക്ക് അത് താല്പര്യമില്ലെങ്കിൽ നോൺ ഹലാൽ എന്ന രീതിയിൽ നടത്തി കഴിഞ്ഞാലോ അത് ഞമ്മന്റെ ആളുകൾ പൂട്ടിക്കുക തന്നെ ചെയ്യും. അതിനവർ സമരം ചെയ്യും. വ്യത്യസ്ത രീതിയിൽ സമരം ഉണ്ടാക്കിക്കൊണ്ട് ആ നാടിന്റെ സമാധാനം പതിയെ നശിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഈ രാജ്യങ്ങളിൽ ഇന്ന് നടക്കുന്നത് അതാണ്. അതായത് ഇപ്പൊ ഈ സമരങ്ങളും മറ്റുള്ളൊക്കെ ഉണ്ടാക്കി നടക്കുന്ന രാജ്യങ്ങളുടെ എക്സാമ്പിൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രാൻസ് വരുന്നുണ്ട്, ഫിലിപ്പൈൻസ് വരുന്നുണ്ട്, സ്വീഡൻ. അതിൽ ഫ്രാൻസിൽ 8% ഉള്ളൂ, ഫിലിപ്പൈൻസിൽ 5%, സ്വീഡനിലെ 5%, സ്വിറ്റ്സർലൻഡിൽ 4.3, നെതർലാൻഡിൽ 5.5, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ 5.8, ടൊബാഗോയിൽ 5.8% വരുന്നത്. പിന്നെ അവർ തങ്ങൾ അധിവസിക്കുന്ന രാജ്യങ്ങളിൽ ആ പ്രദേശങ്ങളിൽ ചിലപ്പോൾ അവ മുസ്ലിം ചേരികളുമായിരിക്കാം, മുസ്ലിം സമൂഹത്തെ ശരീഅത്ത് നിയമത്തിന് വിധേയമാക്കാൻ സമ്മർദ്ദം ആരംഭിക്കും. അത് ഏറ്റവും കൂടുതൽ കാണുക ഇന്ന് ഈ കേരളത്തിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം സൗദി അറേബ്യ അടക്കമുള്ള UAE അടക്കമുള്ള മുസ്ലിം രാജ്യങ്ങളുണ്ടല്ലോ, ഈ മുസ്ലിം രാജ്യങ്ങളിലെ രാജകുമാരിമാരും അവിടുത്തെ സ്ത്രീകളും ഒക്കെ ആ കറുത്ത അപ്പിച്ചാക്ക്, ജാമിദ ടീച്ചറുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പണ്ട് ഞമ്മന്റെ മഹോന്നതന്റെ ഏതോ ഒരു പെണ്ണുമ്പിള്ള, ഭാര്യ എന്ന് പറയാനും പറ്റില്ല, കുറെ എണ്ണ ഉണ്ടായതുകൊണ്ട് ഏതാന്ന് പറയാനും പറ്റില്ല, അത്തരത്തിൽ ഒരു പെണ്ണുമ്പിള്ള അപ്പിയിടാൻ വേണ്ടി പോയ സമയത്ത് ഞമ്മന്റെ ഈ ചങ്ങാതിന്റെ സുഹൃത്ത് അത് ഒളിഞ്ഞു നോക്കുന്നു. ഒളിഞ്ഞു നോക്കിയപ്പോൾ ഞമ്മന്റെ ഈ ചങ്ങാതിക്ക് അയ്യോ എന്റെ സുഹൃത്ത് എന്റെ ഭാര്യയുടെ അതല്ലെങ്കിൽ എന്റെ ഒരു പെണ്ണിന്റെ നഗ്നത കണ്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ എന്ത് തോന്നി? വെളിക്കിരിക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു ചാക്ക് പോലെയുള്ള ഉടുപ്പിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതങ്ങോട്ട് മാടിപ്പൊക്കിക്കൊണ്ട്, അടിയിലെ പണ്ടൊന്നും അടിവസ്ത്രങ്ങളൊന്നും ഇടില്ല നമുക്കറിയാം, അത്തരത്തിൽ അങ്ങോട്ട് മാടിപ്പൊക്കിക്കൊണ്ട് ഇരുന്നാൽ മതി. എന്നിട്ട് ഇതിങ്ങോട്ട് വിസ്തരിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? അവന്റെ ആ ഒന്നും രണ്ടൊന്നും കാണില്ല, ആർക്കും ഒളിഞ്ഞു നോക്കാൻ പറ്റില്ല, ഞമ്മന്റെ സുഹൃത്തിനൊന്നും ഒളിഞ്ഞു നോക്കാൻ പറ്റില്ല എന്ന്. അത്തരത്തിൽ പുതിയൊരു എന്താ അവരുടെ ഭാഷയിൽ തക്കിയേ ഹദീസോ കുദീസോ എന്തോ സാധനം ഇറക്കുന്നു. എല്ലാ സ്ത്രീകളും ഇനി ഇത് ഇടണം എന്നുള്ളത്. ആ കാലത്ത് ഇടണം എന്ന് പറഞ്ഞ സാധനമാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കറുത്ത ചാക്ക് ഈ പൊരിഞ്ഞ ചൂടിൽ പോലും സ്ത്രീകളെ ധരിപ്പിച്ചുകൊണ്ട് സൂര്യപ്രകാശം സ്കിന്നിനെ ഏൽക്കേണ്ട ആവശ്യകതയൊക്കെ നമ്മൾക്കറിയാം. ഇപ്പോ ആരോഗ്യപരമായിട്ടുള്ള സ്കിൻ പ്രശ്നങ്ങളൊക്കെ കൂടുതലും ഉണ്ടാവുന്നത് ഇത്തരം സ്ത്രീകളിലാണ് എന്നുള്ളത് ശാസ്ത്രീയ പരിശോധന, ശാസ്ത്രീയ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. അതായത് സൂര്യപ്രകാശം ഏൽക്കുന്ന ഈ ലാഗ് എവിടെ തട്ടുന്നത്? ആകെ ഈ കണ്ണിന്റെ ഇവിടെ ഒരു ഓട്ട, ഇവിടെ 2 ഓട്ട, പിന്നെ വായന്റെ അവിടെ പോയി ഓട്ടയില്ല, വേറെ എവിടെയും കാണില്ല. കൈയിന്റെ വിരലിലൊക്കെ എങ്ങനെയായിരിക്കും ഷോക്സ് പോലെയുള്ള സാധനങ്ങൾ ഇട്ടിട്ട് ഒരിത്തിരി പോലും ഈ സ്ത്രീകളാണ്. മാത്രമല്ല ഈ ചൂട്, കറുത്ത ഡ്രസ്സാണല്ലോ ഇവർ ധരിക്കുന്നത്, അതിന്റെ അവസ്ഥ ഇതൊക്കെ പാവങ്ങൾ അനുഭവിക്കുന്ന എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ പുരുഷന്മാർ അത് അതിനെപ്പറ്റി ചിന്തിക്കുകയല്ല. കാരണം എന്താ? ഞമ്മന് മദ്രസയിൽ പഠിച്ച ആ പുസ്തക പ്രകാരം നമ്മൾ കൊണ്ടു നടക്കാൻ പാടുള്ളൂ. അവർ എന്തനുഭവിച്ചാലും കുഴപ്പമില്ല, അവർ കൃഷിയിടമായാലും കുഴപ്പമില്ല. ഇനി മറ്റൊന്ന് പറയുന്നു, പിന്നെ അവർ തങ്ങൾ അധിവസിക്കുന്ന രാജ്യങ്ങളിൽ, ആ പ്രദേശങ്ങളിൽ മുസ്ലിം സമൂഹത്തെ ശരീഅത്ത് നിയമത്തിന് വിധേയമാക്കാൻ സമ്മർദ്ദം ആരംഭിക്കും. ഇവിടെ ഒരു മതേതരൻ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്, എന്താണ്? വിജയ മോഹൻ. അത് അവരുടെ ഇഷ്ടം അല്ലേ? താന്റെ പേരും തന്റെ മനസ്സിലെ കമന്റ് ആയിട്ട് വന്നത് ആരാണ് താൻ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. വിജയ മോഹൻ എന്നുള്ള പേരിലാണ് വന്നിരിക്കുന്നത്. ഞമ്മന്റെ സുഡാപ്പികളൊക്കെ ഇപ്പം രൂപവും ഭാവവും ഒക്കെ ക്രിസ്ത്യൻ ഹിന്ദു നാമത്തിലാണ് വരുന്നത്. ഇനി ഇവൻ ഹിന്ദു തന്നെയാണെങ്കിൽ തന്നെ എടാ ചങ്ങാതി, നിന്റെ വീട്ടിലുള്ള നിന്റെ തള്ളേനെയും നിന്റെ പെങ്ങളെയൊക്കെയാണ് ആ കറുത്ത സാധനം ഇടിച്ചിട്ട് ആ വെയിലത്ത് കൂടെ ഒന്ന് നടത്തിച്ച് നോക്ക് വിജയ മോഹന. അപ്പൊ അറിയും അവരുടെ കയ്യിൽ നിന്ന് നിന്നെ ചവിട്ടിക്കൂട്ടി നിന്നെ വെട്ടൂത്തിക്ക് വെട്ടിയില്ല എന്നുണ്ടെങ്കിൽ നീ രക്ഷപ്പെടും. അത്രയ്ക്കാണ് അതിന്റെ അനുഭവം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. AC കാറിൽ ഇരുന്നിട്ടല്ലല്ലോ ഇവർ യാത്ര ചെയ്യുന്നത്, വെയിലത്തും ബസ്സിലും ഒക്കെ കയറി പോകുന്ന പാവം പിടിച്ച സ്ത്രീകളെയൊക്കെ നമ്മൾ കാണുന്നതല്ലേ. അപ്പോൾ അവിടെയൊക്കെയാണ് നവോത്ഥാനം വരേണ്ടത്. അല്ലാതെ
ശബരിമല അയ്യപ്പന്റെ അവിടെ പോയിട്ട് ശബരിമലയിൽ പോയി നവോത്ഥാനം ഉണ്ടാക്കാൻ നടക്കുന്ന ഇവന്മാര് പള്ളിയിൽ കയറിയിട്ടോ ഈ പറയുന്ന അപ്പിക്കുപ്പായം, ഈ ചാക്ക് കുപ്പായത്തിൽ നിന്ന് രക്ഷിക്കാനൊന്നും നവോത്ഥാനം നടത്തില്ല. അതിനൊന്നും അവർക്ക് ക്യൂ നിൽക്കണ്ട. ഇനി പറയുന്നു, അവർ ജനസംഖ്യയുടെ 10% ആകുമ്പോൾ അവർ രാജ്യത്തെ തങ്ങളുടെ ശോചനീയമായ അവസ്ഥക്കെതിരെ സമരം ചെയ്യുകയാണെന്ന ഭാവത്തിൽ അക്രമ സമരങ്ങൾ ആരംഭിക്കും. ഡോക്ടർ നിരീക്ഷിക്കുന്നതാണ്. നോക്കൂ, ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. CAA പൗരത്വ ഭേദഗതി നിയമമൊക്കെ വന്ന സമയത്ത് ഇവന്മാർ തെരുവിലിറങ്ങി സമരം ചെയ്തത് എന്തിനാണ് എന്നുള്ളത് ഇവന്മാർക്ക് തന്നെ അറിയില്ല. എന്താണ് പൗരത്വ ഭേദഗതി നിയമം? ഒരു ജിഹാദിയോട്, ഒരു മുസ്ലിമിനോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, എന്താണ് പൗരത്വ ഭേദഗതി നിയമം? ഇവർ പറയുക എന്തെന്നറിയാമോ? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇങ്ങനെ കുറെ രാജ്യങ്ങൾ പറയുന്നിട്ടോ അവിടങ്ങളിലുള്ള മുസ്ലിങ്ങൾക്ക് മാത്രം ഇന്ത്യയിലേക്ക് പൗരത്വം കൊടുക്കില്ല, ബാക്കി എല്ലാവർക്കും പൗരത്വം കൊടുക്കുന്നു. അപ്പൊ എന്താ മുസ്ലിങ്ങളോടൊരു ചിറ്റമ്മ നയം എന്നാ ഇവന്മാർ ചോദിക്കുക. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഡാഷ് മക്കൾ പറയുന്ന പച്ച നുണകൾ, അതായത് മുസ്ലിം രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾ തന്നെയാണ് ഭൂരിപക്ഷം, മുസ്ലിങ്ങൾ അവരുടെ രീതി പ്രകാരമാണ് ജീവിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും പാകിസ്ഥാൻ എന്ന് പറയുന്ന അഖണ്ഡ ഭാരതത്തിൽ നിന്ന് വിഭജിക്കുന്ന സമയത്ത് പാകിസ്ഥാനിൽ ഏകദേശം 10-20% 16% മുകളിലേറ്റ് ഹിന്ദു ജനസംഖ്യ ഉണ്ടായിരുന്നു. അവർ ഇന്ന് എത്ര ശതമാനമുണ്ട്? 1% പോലും കാണുന്നില്ല. എവിടെ പോയി അവർ? എന്നാൽ ഭാരതം വിഭജിച്ച് ഇന്ത്യയും പാകിസ്ഥാനുമായി മാറുന്ന സമയത്ത് ഇന്ത്യയിൽ എത്ര ശതമാനം അന്ന് ഈ മുക്കാലുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതും ഇന്ന് അവർ എത്രത്തോളം ഉണ്ട് എന്നുള്ളതും മനസ്സിലാക്കേണ്ടതുണ്ട്. അന്ന് ഈ മുഹമ്മദ് അലി ജിന്നയും ജവഹർലാൽ നെഹ്റുവും തമ്മിൽ എഴുതിയ ഒരു കരാറുണ്ടായിരുന്നു. ആ കരാർ പ്രകാരം അവിടുത്തെ ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദു ക്രിസ്ത്യൻസിനെ സംരക്ഷിക്കണമെന്ന് പാകിസ്ഥാനും സമ്മതിച്ചതാണ്. ഇന്ത്യയിലുള്ള ന്യൂനപക്ഷങ്ങളായിട്ടുള്ള മുസ്ലിം, ക്രിസ്ത്യൻസ്, മറ്റുള്ള വിഭാഗങ്ങളൊക്കെ അവരെ സംരക്ഷിക്കണമെന്ന് ഇന്ത്യയും സമ്മതിച്ചതാണ്. പക്ഷെ ഇന്ത്യയിൽ മാത്രം ആ സംരക്ഷണം നടന്നു. അതുകൊണ്ട് ഇങ്ങനെ പെരുകി ഞമ്മന്റെ ആളുകൾ ഇന്ത്യയെ ഈ ഇസ്ലാമിക രാജ്യമാക്കാൻ വരുന്ന രീതിയിലേക്ക് വരെ വളർന്നിട്ടുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റപ്പെടുത്താനാവില്ല. അത്തരത്തിൽ ഇവർ ഒരാവശ്യമില്ലാത്ത, ഇവരെ ബാധിക്കാത്ത വിഷയങ്ങളാണെങ്കിൽ പോലും പച്ച നുണകൾ, ഈ നുണകൾക്ക് അവന്റെയൊക്കെ കിതാബിൽ, മദ്രസ പുസ്തകത്തിൽ പറയുന്നത് തക്കിയ എന്നാണ്. ആ തക്കിയ പ്രകാരം എന്തായിരിക്കും? അവിടെ സമരം ചെയ്തുകൊണ്ട് അവിടെ കൃത്യമായിട്ട് സമാധാനം എന്ന് പറയുന്ന ആ സാധനം അങ്ങോട്ട് നശിപ്പിക്കും. അത് തന്നെയാണ് ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ പഠനത്തിൽ കൃത്യമായിട്ടും പറയുന്നുണ്ട്. ഇനി ഇത് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊന്ന് വരുന്നുണ്ട്. ഇപ്പോ ഈ സംഘർഷങ്ങൾ നിത്യ സംഭവമാണ് എന്ന് പറയുന്നു. അത്തരത്തിൽ ഗയാനയിൽ 10% ഇന്ത്യയിൽ 13.4% ആയി എന്നുള്ളതാണ്. ഇത് വർഷങ്ങൾക്ക് മുൻപുള്ള കണക്കാണ്. ഇതിന്റെ യഥാർത്ഥ ഇപ്പത്തെ കണക്ക് പുറത്തു വന്നിട്ടില്ല. ഇസ്രയേൽ 16%, കെനിയ 10%, റഷ്യ 15%. ഇനി ഇങ്ങനെ ഈ ശതമാന കണക്ക് പറയുമ്പോഴാണ് നമ്മൾ ഭയക്കേണ്ടത്. കാരണം ഇവർ ഇപ്പോൾ തന്നെ കൃത്യമായിട്ടും ജനസംഖ്യ ആ ഒരു വർധനവിന്റെ ആ രീതിയിലേക്ക് എത്തി നിൽക്കുന്നു. ഇനി ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലേക്ക് നമ്മുടെ ഭാരതത്തിൽ വരെ 13.4% വർഷങ്ങൾക്ക് മുൻപ് തന്നെ കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. ഇനി റഷ്യയിലൊക്കെ ആണെങ്കിൽ 15% വന്നിട്ടുണ്ട്. ഇസ്രയേലിൽ 16 വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടേക്ക് എന്നും ഈ ഹമാസ് ആയാലും മറ്റേതായാലും എല്ലാം കൂടെ സമാധാനം എന്ന് പറയുന്ന ഒരു വാക്ക്, 4 അക്ഷരങ്ങൾ ഉൾപ്പെട്ട ആ വാക്കിനെ അത് സമാധാനം ഇല്ലാത്ത രാജ്യമാക്കി മാറ്റിയത്. ഇനി ഭാരതത്തിന്റെ അവസ്ഥയ്ക്ക് നമ്മൾ പരിശോധിക്കേണ്ടത് തന്നെയാണ്. മുസ്ലിം ജനസംഖ്യ 20% അടുക്കുന്നതിനനുസരിച്ച് അക്രമം വർദ്ധിക്കുന്നു. അത് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. യാതൊരു ആവശ്യവുമില്ല. പക്ഷെ ഇന്ന് നെഞ്ചളവ് അത്യാവശ്യം നല്ല ഉള്ള തന്നെ മോദിജി വന്നതോടുകൂടി 2014 ശേഷം ഈ ആക്രമണം നിലച്ചിട്ടുണ്ട്. കാരണം എന്താ? ഇവന്റെയൊക്കെ ഗുദം പൊക്കിയുള്ള പരിപാടി ഉണ്ടല്ലോ. ഏത് റോട്ടിൽ ഇറങ്ങിച്ചെന്നും ഗുദം പൊക്കിക്കൊണ്ട് സമരാഭാസം എന്ന രീതിയിൽ നിസ്കരിക്കുന്ന ഏർപ്പാടുണ്ടല്ലോ. അത് ഉണ്ടങ്ങോട്ട് കയറിയതോടുകൂടി എന്തായി മാറി? കൃത്യമായിട്ട് ഇവർക്കൊക്കെ മനസ്സിലായി, ഇവിടെ ഈ പരിപാടി നടത്തി കഴിഞ്ഞാൽ പണി ഏറെയാണ്. ചത്ത് സ്വർഗത്തിലേക്ക് എത്രയും പെട്ടെന്ന് ലിംഗമില്ലാത്ത രീതിയിലേക്ക് ചെല്ലുന്നതിനേക്കാൾ നല്ലത് ലിംഗമുള്ള രീതിയിൽ നെഞ്ചു തുളയിട്ടിട്ടാണെങ്കിലും ചെല്ലാലോ എന്നുള്ള ധാരണയുണ്ട്. പക്ഷെ ജീവൻ പോകുന്ന കേസായതുകൊണ്ട് ഇവന്മാർ ചെയ്യില്ല എന്നുള്ളതാണ്. ഇനി വരുന്നുണ്ട് എത്യോപ്യ എന്ന് പറയുന്ന രാജ്യമുണ്ട്. അവിടെ 32.8% ആയിട്ടുണ്ട് ഇവർ. ഇന്ന് അവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. മുസ്ലിങ്ങൾ 40% ആയി കഴിയുമ്പോൾ ആ രാഷ്ട്രങ്ങൾ വൻ കലാപത്തിനും വർദ്ധിച്ചു വരുന്ന സ്ഥിരമായ ഭീകര ആക്രമണങ്ങൾക്കും സ്ഥിരമായ ജിഹാദി മിലിഷ്യകളുടെ യുദ്ധത്തിനും ഇരയാവുന്നു. ഉദാഹരണത്തിന് കൊടുത്തിട്ടുണ്ട് ബോസ്നിയ 40%, ചാഡ് 53.1, ലെബനൻ 59.7. 60% മുകളിൽ ഒരു രാജ്യത്ത് മുസ്ലിം ജനസംഖ്യ എത്തിയാൽ അവിശ്വാസികളായ അമുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്നത് ഗണ്യമായി വർദ്ധിക്കും. ഇടവിട്ടുള്ള വംശഹത്യ, ശരീഅത്ത് നിയമങ്ങളുടെ ജസിയ, നികുതിയും അടിച്ചേൽപ്പിക്കൽ എന്നിവ സംഭവിക്കുന്നു. അതായത് 60% മുകളിൽ ആയി കഴിഞ്ഞാൽ അത്തരത്തിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഉദാഹരണം അൽബേനിയ 70%, മലേഷ്യ 60.4%, ഖത്തർ 70.5%, സുഡാൻ
കഴിയുമ്പോൾ നിങ്ങൾക്ക് ദിവസേന എന്നോണം മുസ്ലിം അല്ലാത്തവരെ ഭീഷണിപ്പെടുത്തൽ, പീഡിപ്പിക്കൽ, ഭരണകൂടം തന്നെ നടത്തുന്ന വംശഹത്യ, അതായത് ഈ രാഷ്ട്രങ്ങൾ തന്നെ അവിശ്വാസികളെ ഉന്മൂലനം ചെയ്ത് സഹായിക്കുന്നു. ബാക്കിയുള്ളതും കൂടെ എന്താക്കി മാറ്റണം, ചെറിയ ശതമാനം വരുന്ന ആ ബാക്കിയുള്ളവരെ കൊന്നൊടുക്കിക്കൊണ്ട് 100% എത്തണം എന്നുള്ളതാണ് ഇവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ ഏകദേശം 100% എത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങൾ ഹിന്ദു, ജൈന, ബുദ്ധ എന്നൊക്കെ പറഞ്ഞ് കുറച്ചുണ്ടായിരുന്നത് അവർ ഏകദേശം പൂർണ്ണമായി തീർന്നിരിക്കുന്നു എന്ന അവസ്ഥ എത്തിയിരിക്കുന്നു. ഇനിയോ 100% മുസ്ലിം സമൂഹമായി തീരുന്നത് എങ്ങനെയെന്ന് കാണാം. ഇതാണ് ഇന്ന് താഴെ പറയുന്ന മുസ്ലിം രാഷ്ട്രങ്ങൾ അനുഭവിക്കുന്നത്. ബംഗ്ലാദേശിൽ മുസ്ലിം 83.83%, അതായത് 17% അവിടെ ന്യൂനപക്ഷമായുള്ള ഹിന്ദുക്കളും ഈ ക്രിസ്ത്യൻസും ഒക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് അവർ അനുഭവിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അത് 100% എത്താൻ വലിയ ബുദ്ധിമുട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനിയോ ബംഗ്ലാദേശിൽ 83%, ഈജിപ്തിൽ 90%, ഗാസ 98.7, ഇന്തോനേഷ്യ 86.1, ഇറാൻ 98, ഇറാഖ് 97, ജോർദാൻ 92, മൊറോക്കോ 98.7, പാകിസ്ഥാൻ 97, പലസ്തീൻ 99, സിറിയ 90, താജിക്കിസ്ഥാൻ 90, തുർക്കി 99.8%, മുസ്ലിമായ ഒരു രാജ്യം ദാറുൽ ഇസ്ലാം എന്ന സമാധാനപൂർണമായ പ്രദേശമാകുമെന്നത്രേ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവരുടെ ഈ ദാറുൽ ഇസ്ലാം എന്ന വാക്ക്? ഒരുപാട് കേട്ടിട്ടുണ്ട്. നമ്മുടെ ഈ മലബാർ കലാപമൊക്കെ നടന്ന സമയത്ത് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ ഭീകരത താണ്ഡവമാടിയ മലബാർ മുസ്ലിം മാപ്പിള കലാപം, വർഗീയ കലാപം, അതിലും ഇവരുടെ ഒരു മുദ്രാവാക്യമായിരുന്നു എന്തായിരുന്നു? ദാറുൽ ഇസ്ലാം. ഈ മലബാറിനെ പ്രത്യേകമായിട്ട് രാജ്യമാക്കി മാറ്റുക, അവിടെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും എല്ലാവരെയും തീർക്കുക, എന്നിട്ടോ ദാറുൽ ഇസ്ലാം പ്രഖ്യാപിക്കുക. ദാറുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? സമാധാനപൂർണമായ പ്രദേശം എന്നാണ് അത്ര അർത്ഥം. ആലോചിച്ച് നോക്കൂ, എങ്ങനെയാ സമാധാനപൂർണമായുള്ള പ്രദേശമാക്കി ഇവന്മാർ മാറ്റുന്നത്. അതാണ് 1921 നമ്മൾ കണ്ടത്. ഇപ്പോൾ ബംഗ്ലാദേശിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. പിന്നെ ഇനി വരുന്നു ആവുമെന്നത്ര ജിഹാദികളുടെ സിദ്ധാന്തം, അതായത് ഇസ്ലാമിക സമാധാനം പുലരുന്ന രാജ്യം. ഇവിടെ സമാധാനം ഉണ്ടാവുമെന്നാണ് വിവക്ഷ. കാരണം എല്ലാവരും മുസ്ലിങ്ങളാണ്, ഒരേ ഒരു വിദ്യാലയങ്ങൾ, മദ്രസകൾ മാത്രം, ഏകവചനം ഖുറാനും. താഴെ പറയുന്ന രാജ്യങ്ങളിലെ പോലെ അഫ്ഗാനിസ്ഥാൻ 100%, സൗദി അറേബ്യ 100%, സൊമാലിയ 100%, യമൻ 100%. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, പൂർണ്ണ സമാധാനം എന്ന ഈ ആദർശം സാക്ഷാത്കരിക്കാനാവില്ല. കാരണം ഈ രാജ്യങ്ങളിലെ ഏറ്റവും മതഭ്രാന്തന്മാരായ മുസ്ലിങ്ങൾ വെറുപ്പും ഭീഷണിയും പരത്തും. അവർ അപ്രകാരം അവരുടെ രക്തദാഹവും വിഷയ സുഖാസക്തിയും ശമിപ്പിക്കും. പല കാരണങ്ങളും കണ്ടെത്തി തങ്ങളുടെ അത്ര മതഭ്രാന്തന്മാരല്ലാത്ത മുസ്ലിങ്ങളെ കൊല ചെയ്തുകൊണ്ട് ഇതവർ സാധിക്കുന്നുണ്ട്. അത് തന്നെയല്ലേ മുസ്ലിം രാജ്യങ്ങളിൽ നോക്കൂ, ഏതെങ്കിലും ഒരു 100% ശതമാനമുള്ള മുസ്ലിം രാജ്യത്തിന് സമാധാനം ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ഗൂഗിളിലെല്ലാം അവൈലബിൾ ആണ്. നമ്മളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് മലയാളത്തിൽ തന്നെ കിട്ടുന്ന ഒരു പോംവഴി തന്നെയാണ് ഗൂഗിൾ. ഇനി പറയുന്നു, മുസ്ലിങ്ങൾ അവർ ഭൂരിപക്ഷമല്ലാത്ത പല രാഷ്ട്രങ്ങളിലും ഇന്ന് ശരീഅത്ത് നിയമം പുലരുന്ന അവരുടേതായ ചേരികളിലാണ് വസിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ അവർ ശരീഅത്ത് നിയമങ്ങൾക്ക് അനുസരിച്ചാണ് ജീവിക്കുന്നത്. ഡോക്ടർ പറയുന്നു, ലോക ജനസംഖ്യാ ഗ്രാഫും ഡോക്ടർ ഹാമൻഡിനെ അസ്വസ്ഥനാക്കുന്നു. ഇന്ന് ലോകത്തുള്ള 1.5 ബില്യൺ 155 കോടി മുസ്ലിങ്ങൾ ലോക നിരക്ക് മറ്റെല്ലാ മതവിഭാഗക്കാരെയും വളരെ അധികമാണ്. ഈ നൂറ്റാണ്ടിന്റെ അന്ത്യത്തോടെ മുസ്ലിം ജനസംഖ്യ മൊത്തം ലോക ജനസംഖ്യയുടെ 50% അധികമാവും എന്നുള്ളതാണ്. അത് തന്നെയാണ് ഓരോ മുസ്ലിങ്ങളും ആഗ്രഹിക്കുന്നത്. ലോകം ഒന്നടങ്കം ഇസ്ലാമിന് കീഴിൽ വരണമെന്ന് അവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമാണ്. നോക്കൂ, നിങ്ങൾ ഇപ്പോ ബംഗ്ലാദേശിൽ നടന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ ഭീകരന്മാർ കൊന്ന, വളരെ മൃഗീയമായി കൊന്ന ഒരു ഹിന്ദു, ആ ഒരു ഹിന്ദുവിന്റെ ഡെഡ് ബോഡിയുടെ ലിംഗം പരിശോധിച്ചുകൊണ്ട് ഇവന്മാർ വിളിച്ചു പറയുകയാണ്. അതായത് മുസ്ലിങ്ങളുടെ എല്ലാവരുടെയും ലിംഗം ഛേദിച്ചിട്ടുണ്ടാകുമെന്ന് നമ്മൾക്കറിയാം. തുമ്പ് വെട്ടിയിട്ടുണ്ടായിരിക്കും മലയാളത്തിൽ പറയുകയാണെങ്കിൽ. പക്ഷെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും തുമ്പ് വെട്ടില്ല. ഇവർ ലോകത്താകമാനം ആത്യന്തികമായിട്ട് പുരുഷന്മാരുടെ ലിംഗഛേദനം നടത്തുന്നത് എന്തിനെന്നറിയാമോ? അത് ലോക ഐഡന്റിറ്റിയാണ്. ഇനിയിപ്പോ ഇന്ത്യയിലായിക്കോട്ടെ, അമേരിക്കയിലായിക്കോട്ടെ, ഏതൊരു രാജ്യത്ത് ഇതുപോലെ ഈ പറയുന്ന കലാപം, മുസ്ലിം ഭീകര കലാപം നടന്നു കഴിഞ്ഞാലും ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ആളുകളെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ഐഡന്റിറ്റി മാർക്ക് അത് തന്നെയാണ് ഇവന്മാരുടെ ലിംഗത്തിന്റെ അഗ്രം ഛേദിച്ചുകൊണ്ട് സുന്നത്ത് എന്ന അവസ്ഥയിലേക്ക്
ജനസംഖ്യയുടെ 22% മുസ്ലിങ്ങൾ ഉള്ളത്. ഇനിയോ ഈ നൂറ്റാണ്ടിന്റെ അന്ത്യത്തോടെ തന്നെ മുസ്ലിം ജനസംഖ്യ മൊത്തം ലോക ജനസംഖ്യയുടെ 50% മാറും. അതായത് എല്ലാ ലോകത്താകമാനം കൂട്ടുകയാണെങ്കിൽ ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി 50% ആവുമെന്നാ പറയുന്നത്. 50% ആയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലോകത്താകമാനം ഇനി വരാനിരിക്കുന്ന ഒരു 3-ാം ലോക മഹായുധം നമ്മളെല്ലാവരും പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ആ പ്രതീക്ഷിക്കുന്ന 3-ാം ലോക മഹായുധം ആരൊക്കെ തമ്മിലായിരിക്കുമെന്ന് അറിയാമോ? ഒരു ഭാഗത്ത് ഈ ഇസ്ലാമിക ഭീകരന്മാരും മറുഭാഗത്ത് ആരായിരിക്കും? ഈ പറയുന്ന ഹിന്ദു ക്രിസ്ത്യൻസ് ഒക്കെ ഉള്ള അവരുടെ ആ യഥാർത്ഥ സമാധാനത്തിന്റെ അപ്പോസ്തലന്മാരുമായിരിക്കും. അപ്പോൾ ഇനി വരാനിരിക്കുന്ന അതല്ലെങ്കിൽ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ എന്തായാലും ഒരു ലോകമഹായുധം ഇനി വന്നു കഴിഞ്ഞാൽ അത് രണ്ട് പക്ഷക്കാർ തമ്മിലായിരിക്കും. അതിലൊന്ന് സമാധാനം കാക്ഷിക്കുന്ന നമ്മളെ പോലെയുള്ള ആളുകളൊക്കെ ആയിരിക്കും. മറ്റൊന്നോ സമാധാന മതമാണെന്ന് പറഞ്ഞു നടന്നുകൊണ്ട് ലോകത്താകമാന സമാധാനം നശിപ്പിച്ചിട്ടുള്ള ഈ വർഗവുമായിരിക്കും. ആ 2 വർഗങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് ഇനി വരാനിരിക്കുന്നത് എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഇതൊക്കെ വിദഗ്ധരുടെ പഠന റിപ്പോർട്ട് പ്രകാരം തന്നെയാണ്. ഇതൊക്കെ ഗൂഗിളിൽ അവൈലബിൾ ആയിട്ടുള്ളത് തന്നെയാണ്. അല്ലാണ്ട് ഇത് ഞാൻ എന്റെ വായി കൊണ്ടുണ്ടാക്കിയതോ അല്ലെങ്കിൽ ഞാൻ എഴുതി ഉണ്ടാക്കിയതോ ഒന്നുമല്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇനി അങ്ങോട്ടുള്ള നാളുകൾ ഇപ്പൊ നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടില്ലേ, ഹിന്ദുക്കളെ അരുംകൊല നടത്തുന്ന ജിഹാദികളെ കണ്ടില്ലേ? ആ ഹിന്ദുക്കളെ അരുംകൊല നടത്തുന്ന ജിഹാദികൾ നമ്മുടെ നാട്ടിലേക്ക് വരാനൊന്നും വലിയ താമസമൊന്നും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം 16% ആയി കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഇവന്മാർ ഈ നാടുകളിലൊക്കെ സമാധാനം നശിപ്പിക്കുന്ന രീതിയിലേക്ക് മാറും. അപ്പൊ നമ്മുടെ നാട്ടിൽ വർഷങ്ങൾക്ക് മുൻപേ തന്നെ 13% മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മുടെ ഒരു സുഹൃത്ത് അലക്സാണ്ടർ മാത്യു കമന്റ് ഇട്ട പോലെ തന്നെ, ചേട്ടാ വാ തോരാതെ സംസാരിച്ചിട്ട് കാര്യമില്ല. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഈ ഡേഷിന്റെ മക്കളെ 16 പറഞ്ഞിട്ടാണ് അവരെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അതൊന്നും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. കാരണം നമ്മുടെ നാടിന്റെ മുൻപിൽ എഴുതി ചേർത്തിട്ടുണ്ട് ജനാധിപത്യം മതേതരം എന്നൊക്കെ എഴുതി ചേർത്തിട്ടുണ്ട്. നോക്കൂ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ RSS എന്ന് പറയുന്ന ഒരു സംഘടന ഇല്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന അലക്സാണ്ടറിനും അയ്യപ്പനും ശങ്കരനും ജോസഫിനും ഒന്നും ഒരിക്കലും ഇതുപോലെ കമന്റ് ഇടാനോ ഈ നാട്ടിൽ ജീവിക്കാനോ ആവുമായിരുന്നില്ല. അതാണ് ഇവന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കുക. അവിടെ നമ്മൾ വലിയ മതേതരം പറഞ്ഞ് നടന്നിട്ടൊന്നും കാര്യമില്ല. അപ്പൊ നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കുക. സാമ്പത്തികമായാലും വേണ്ടില്ല, സാമൂഹികമായാലും വേണ്ടില്ല, മതപരമായാലും വേണ്ടില്ല, നമ്മുടെ സംസ്കാരപരമായാലും വേണ്ടില്ല, നമ്മൾ അത് മുറുകെ പിടിച്ച് ഒറ്റക്കെട്ടായി നിന്ന് ഈ വർഗത്തിനെതിരെ ഇപ്പോൾ തന്നെ പടവരുതാൻ ആരംഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, കട്ടയ്ക്ക് നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശി ഹിന്ദുക്കളൊക്കെ സംഘടിച്ചുകൊണ്ട് ഇവർക്കെതിരെ, ഈ ജിഹാദികൾക്കെതിരെ ഇന്ന് ഉണർന്നിട്ടുണ്ട്. പക്ഷെ ഇന്നല്ല അത് ഉണരേണ്ടത്. ഇവിടെ സംഭവ വികാസങ്ങൾ, ഈ ഭീകരന്മാർ തെരുവിൽ ഇറങ്ങിക്കൊണ്ട് നോക്കൂ, ഈ ഭീകരന്മാർ ഈ മൃഗങ്ങളെയൊക്കെ വെട്ടിക്കൂട്ടിയും മനുഷ്യന്മാരെയും ഒക്കെ വെട്ടിക്കൂട്ടി ശീലിച്ചിട്ടുള്ള ഈ ഭീകരന്മാരുടെ ഒരു 1000 ഹിന്ദുക്കൾ ഉണ്ടെന്ന് കരുതുക. ഈ 1000 ഹിന്ദുക്കൾക്ക് ഒരു 10-15 ജിഹാദികൾ മതി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും മനുഷ്യന്മാരെ വെട്ടാനും വെട്ടിക്കൂട്ടാനും ഒന്നും അവർക്ക് മനസ്സ് വരില്ല. അത്തരത്തിലല്ല ഇവന്മാർ ഒരു 10-15 എണ്ണം ഉണ്ടെങ്കിൽ ആയിരക്കണക്കിന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊല്ലാൻ അവന്മാർക്ക് യാതൊരു മടിയില്ല. അത്ര പൈശാചികമായിട്ടുള്ള ക്രൂരന്മാർ തന്നെയാണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും അവരുള്ളത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ മാറണം എന്നല്ല പറയുന്നത്. പക്ഷെ നമ്മൾ തയ്യാറെടുപ്പുകൾ, ചിന്തകളൊക്കെ നമ്മളത് മാറേണ്ടതുണ്ട്. ഇവിടെ BJP അല്ലെങ്കിൽ RSS എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷി ആയിരുന്നില്ല ഇന്നിവിടെ ഭരിക്കുന്നത് എങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്നുള്ളത് കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവ് തന്നെ പറഞ്ഞല്ലോ. മാത്രമല്ല നമ്മുടെ NK പ്രേമചന്ദ്രൻ, കൊല്ലത്തെ MP, എന്താ പറഞ്ഞത്? ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വേട്ടയ്ക്കെതിരെ നരേന്ദ്രമോദി ശബ്ദിക്കാൻ പാടില്ലായിരുന്നു എന്ന് NK പ്രേമചന്ദ്രൻ, വലിയ മതേതരനും വലിയ സംഭവമായിട്ട് നടന്ന അയാൾ തന്നെ പറയുമ്പോൾ ഒരുപക്ഷെ ഇവിടെ രാഹുൽ ഗണ്ഡി ആയിരുന്നു ഇവിടെ ഭരിക്കുന്നത് എങ്കിൽ ഈ നാട്ടിനെയും ഇതേപോലെ അടുത്തത് നരേന്ദ്രമോദി എന്ന് പറഞ്ഞുകൊണ്ട് ബംഗ്ലാദേശിലെ വാർത്തകൾക്ക് താഴെ കമന്റ് ഇട്ട് പൊളയ്ക്കുന്ന ഇസ്ലാമിക ജിഹാദികളുടെ ആ മെസ്സേജ് ഉണ്ടല്ലോ, കമന്റ് ഉണ്ടല്ലോ, അത് അർത്ഥവത്താക്കുന്ന രീതിയിലേക്ക് തന്നെ ഇന്നിപ്പോൾ ഷെയ്ഖ് ഹസീന ആയിരുന്നെങ്കിൽ നാളെ ഇവിടെയുള്ള ഹിന്ദു നേതാക്കളെയും ഹിന്ദു BJP നേതാക്കന്മാരെയും ഒക്കെ ഇതേ രീതി രാഹുൽ ഗണ്ഡിയെ എല്ലാവരും ട്രോളുകാരൊക്കെ വിളിക്കുന്ന ഒരു പേരുണ്ട്, എന്തെന്നറിയാം? ആജീവനാന്ത പ്രധാനമന്ത്രി. നോക്കൂ, ഇയാൾക്ക് ഒരിക്കലും ഈ നാട്ടിൽ പ്രധാനമന്ത്രി ആവാനാവില്ല. അതല്ലെങ്കിൽ കോൺഗ്രസിന് ഇനി ഭരണം പിടിക്കുക എന്നുള്ളത് അസാധ്യമാണ് എന്നുള്ളത് രാഷ്ട്രീയ ചിന്തയുള്ള, അതല്ലെങ്കിൽ തലയിൽ അല്പം വെള്ളിയും വെളിച്ചവുമുള്ള ഇസ്ലാമിക ജിഹാദി പൊട്ടന്മാരുടെ ബുദ്ധി അല്ലാത്തവന്മാർക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഒരു അവസ്ഥ ചിന്തിക്കുന്ന കോൺഗ്രസ്സുകാരൊക്കെ ആഗ്രഹിച്ചു പോകുന്നത് ഏതൊരു പക്ഷമായാലും വേണ്ടില്ല, BJP യെ തോൽപ്പിക്കണം, അതല്ലെങ്കിൽ നരേന്ദ്രമോദി അടക്കമുള്ള RSSകാരെയൊക്കെ ഇവിടുന്ന് കൊന്നിട്ട്
കൊന്നിട്ടായാലും വേണ്ടില്ല, ഇവിടെ നാട് കടത്തിയിട്ടായാലും വേണ്ടില്ല, ഇവിടെ നശിപ്പിക്കണം എന്നുള്ള ചിന്ത കൊണ്ട് നടക്കുന്ന ഈ ആജീവനാന്ത പ്രധാനമന്ത്രിക്ക് ഒരിക്കലും പ്രധാനമന്ത്രി ആവാൻ കഴിയില്ല എന്ന ചിന്ത വരുമ്പോൾ ഒരു പക്ഷേ ഇവിടത്തെ ഇസ്ലാമിസ്റ്റുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ബംഗ്ലാദേശിൽ നടക്കുന്ന രീതിയിൽ തന്നെ നമ്മുടെ നാട്ടിൽ സമാധാനം നശിപ്പിക്കാൻ വേണ്ടി ഇവന്മാര് ഇറങ്ങും. പക്ഷെ എന്തുകൊണ്ടാണ് ഭാരതത്തിൽ ഇറങ്ങാത്തത് എന്നറിയാമോ? ഇവിടെ ഭാരതത്തിന്റെ പട്ടാളത്തിന് ഒരു പ്രത്യേകത ഉണ്ടെന്നറിയാമോ? മതേതരവും മറ്റേ കുന്തും തേങ്ങയും പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. നമ്മുടെ നാടിനെതിരെ വല്ലതും ഇസ്ലാമിസ്റ്റുകൾ ഇതുപോലെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ തുരുദ്രാ വെടിവെച്ച് തീർക്കാൻ അവർ ഇറങ്ങും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയോ അവരുടെ കൂടെ ഇറങ്ങുന്ന ഒരു രണ്ടാം സൈന്യമുണ്ട്. ആ സൈന്യത്തിന്റെ പേരാണ് RSS എന്നുള്ളത്. ആ RSS ഈ പറയുന്ന ഇസ്ലാമുകളുടെ ഭീകരന്മാരുടെ ആ വേട്ടയുണ്ടല്ലോ, അതിനുവേണ്ടി ശാരീരിക മാനസികമായിട്ടുള്ള ആളുകളെ, യുവതലമുറയെ വാർത്തെടുക്കുക എന്നത് തന്നെയാണ് സംസ്കാര സമ്പന്നമായിട്ടുള്ള ശാഖകളിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് വരുന്ന ശാഖകൾ, അവിടെ കോടിക്കണക്കിന് വരുന്ന ആളുകൾ, RSSന്റെ മുതിർന്ന നേതാക്കന്മാരും മുതിർന്ന പ്രവർത്തകരും, ഇവരൊക്കെ രണ്ടാം സൈന്യമായിട്ട് എന്തിനും ഒരു വിസിലടി ശബ്ദം കേൾക്കുമ്പോൾ ഇറങ്ങാൻ തയ്യാറായിരിക്കുമ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന പോലെ ഇവിടെ നടത്താമെന്ന ജിഹാദികളുടെ മോഹമുണ്ടല്ലോ, ആ മോഹം മുളയിലേ നുള്ളിക്കളയാൻ നമ്മൾക്കാവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് RSS അതിന്മേൽ നിങ്ങൾ ഇരിക്കുന്ന കൊമ്പ് തന്നെയാണ് നിങ്ങൾ മുറിക്കുന്നത്. നിങ്ങൾക്ക് ഒരു സമയത്ത് അഭയം തരാൻ അവർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ അഭയം തരേണ്ട ആളുകളെയാണ് ഇന്ന് നിങ്ങൾ ഭർസിക്കുന്നത്, അതല്ലെങ്കിൽ പരിഹസിക്കുന്നത്, ചവിട്ടി അരയ്ക്കുന്നത് എന്ന ചിന്ത ഓരോ മതേതര കുപ്പായമിട്ട് നടക്കുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയും മനസ്സിലാക്കിയാൽ നന്ദി എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള അവസ്ഥയിലേക്ക് കടന്നിട്ടുള്ള നമ്മൾ മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.